എബ്രായ ലേഖനം 11 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ദാനം എന്ന് എണ്ണുകയും ചെയ്തു. മതി. മോശയുടെ ജീവിതത്തെ വിശദീകരിക്കുമ്പോൾ പുസ്തകനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പൗലോസാണെന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഈ ലേഖനത്തിൻ്റെ ശൈലി മൊത്തം വെച്ച് എല്ലാവരും തന്നെ പൗലോസ് തന്നെയാണ് ഇത് എഴുതിയത് എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതെന്ന് വിശ്വസിക്കുന്നു. പൗലോസിലൂടെയാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മോശയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിൽ ഒരു പദപ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിങ്ങനെയാണ്: പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ നമുക്കത് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി. കാരണം പ്രതിഫലം നോക്കിയാൽ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതാണ് കൂടുതൽ പ്രതിഫലമുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുക. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് തിരഞ്ഞെടുത്താൽ മോശയ്ക്ക് സമ്പത്തുണ്ട്, മോശയ്ക്ക് പദവിയുണ്ട്, മോശയ്ക്ക് ബഹുമാനമുണ്ട്, മോശയ്ക്ക് അധികാരമുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കാവുന്ന വിധത്തിലുള്ള അധികാരം കൈയാളാനുള്ള അന്നത്തെ ലോകത്തിലെ അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നതിനേക്കാളും വലിയ, അമേരിക്കൻ പ്രസിഡന്റ് ചേഞ്ച് ആവും, പക്ഷേ മിസ്രൈമിൻ്റെ രാജാവായി കഴിഞ്ഞാൽ മരണം വരെ രാജാവാണ്. ലോകം മുഴുവനും മിസ്രൈമിനെ ഭയപ്പെട്ടിരുന്നൊരു കാലമാണത്. മിസ്രൈമിൻ്റെ സൈന്യം ഏത് രാജ്യത്തിനും ഭീതി സ്വപ്നമായിരുന്ന കാലമാണ്. മിസ്രൈമിൻ്റെ സമൃദ്ധി ലോകരാജ്യങ്ങൾ മുഴുവനും വലിയ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ മോശയുടെ ചിന്താഗതിയുടെ ഒരു പ്രത്യേകത, സാധാരണക്കാർ ആ ചിന്താഗതിയെ വിലയിരുത്തിയാൽ എന്തോ അദ്ദേഹത്തിനൊരു കുഴപ്പം സംഭവിച്ചു എന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു ചിന്ത. ഇച്ചിരിയും കൂടെ വലിയ മിടുക്കരാണെങ്കിൽ ഇങ്ങനെയും കൂടെ ചിന്തിക്കാം. മോശയ്ക്ക് വേണമെങ്കിൽ ഫറവോൻ്റെ പുത്രിയുടെ മകനാകുക എന്ന പദവി എനിക്ക് തന്നത് ഇസ്രായേൽ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ രാജാവായിട്ട് ഇസ്രായേലിനൊരു അധികാരം അവർ പുറപ്പെട്ടു പൊക്കോന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ പോരെ. അപ്പോൾ എനിക്ക് അധികാരം തന്നത് അവർക്ക് ഒരു വിടുതലുണ്ടാകാൻ വേണ്ടിയാണ് എന്നങ്ങ് തീരുമാനിച്ചേച്ച് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിന് വാഗ്ദത്ത നാട്ടിലേക്ക് പോയിക്കോളാൻ ഒരു പെർമിഷൻ കൊടുത്താൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ സ്മാർട്ടായി ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. പക്ഷേ ഈ മോശയുടെ ഒരു തീരുമാനം, ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് മോശ നിരസിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത്, ആദ്യം താനിത് നിരസിച്ചു, രണ്ടാമതും മൂന്നാമതും ഫറവോനാകാൻ അവസരം വന്നപ്പോൾ നിരസിച്ചു. അപ്പോൾ ഈ കുടുംബത്തിൽ മോശയുടെ അത്രയും അധികാരമില്ലാത്ത, ഇല്ലെങ്കിൽ ഈ പദവിക്ക് മോശയുടെ അത്രയും യോഗ്യത ഇല്ലാത്ത ഒരാൾ അവിടെ ഫറവോനായി. അപ്പോൾ ഫറവോനായപ്പോൾ മുതൽ ആ വ്യക്തിക്ക് ഒരൊറ്റ ഭീഷണിയുള്ളൂ, മോശ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഫറവോന് തൻ്റെ അധികാരത്തിന് സ്ഥിരതയിൽ, ഏത് സമയത്ത് തൻ്റെ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടായാലും ആളുകൾ പറയും മോശയാണ് അർഹതപ്പെട്ടത്. അപ്പം മോശ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊല്ലുകയും പെട്ടെന്ന് അവിടെ ഒരു സാഹചര്യം വിരോധമായി മാറുകയും, മോശ ഇത്ര അധികാരമുള്ള ഒരാളെ അടിച്ചു കൊന്നു വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ സംഭവിക്കും. കാരണം മോശയെ എങ്ങനെ കുടുക്കണമെന്ന് വിചാരിച്ച് മോശ ഇല്ലായ്മ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരാൾ അവിടുത്തെ ഫറവോനായി മാറി. അതുപോലത്തെ പ്രതികൂലമുണ്ടാകുന്ന അളവിലേക്ക് ഒരു തീരുമാനം മോശയെ നയിച്ചു. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു കാരണമെന്ന് ചോദിച്ചാൽ ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്നൊരൊറ്റ കാരണമാണ് പറയുന്നത്. എന്ത് പ്രതിഫലമാണ് മോശ നോക്കിയത്? അതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ഈ അധ്യായം മുഴുവനും വിശദീകരിക്കുന്ന വിശ്വാസം എന്ന പദത്തിൻ്റെ നാം സാധാരണ ചിന്തിക്കാത്ത ഒരർത്ഥത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. വിശ്വാസം എന്നാൽ എന്താണ്?
പല വിധത്തിൽ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അവിടെ വിശ്വാസം എന്നാൽ എന്താണ് അർത്ഥം? യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരത്തിനാണ് ഇറങ്ങി വന്നത്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താണ് വിശ്വാസം എന്നതിൻ്റെ അർത്ഥം? എൻ്റെ സഹോദരൻ മരിച്ചവനാണെങ്കിലും യേശു ക്രിസ്തു ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് വിശ്വാസം. സ്നാനപ്പെടാൻ നേരത്ത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനോട് എത്യോപ്യയിലെ മന്ത്രി ചോദിക്കുന്നു, എനിക്ക് സ്നാനപ്പെടാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. അവിടെ വിശ്വാസത്തിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിലൂടെയാണ് സംഭവിക്കേണ്ടത് എന്ന ബോധ്യത്തെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അർത്ഥം മോശയ്ക്ക് ലോകത്തിൽ തൻ്റെ മുൻപിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠതയും മാന്യതയും അധികാരവും പദവിയും വേണ്ടെന്ന് വയ്ക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഒരു വിശ്വാസമാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഭയങ്കര കഷ്ടതയുണ്ടാകുന്നെന്ന് അറിഞ്ഞിട്ട് ആ കഷ്ടത സ്വീകരിക്കാൻ താൻ കാലെടുത്ത് വെച്ച ഒരു തരം വിശ്വാസമാണ്. അതെന്ത് വിശ്വാസമാണെന്ന് ചോദിച്ചാൽ 1-ാം വാക്യത്തിൽ തന്നെ പൗലോസ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസം എന്ന പദത്തിൻ്റെ അർത്ഥം എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുന്നത് കാണുന്നതാണ്. വിശ്വാസം എന്നതിൻ്റെ അർത്ഥം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്നാനത്തിലേക്കുള്ളൊരു കാര്യമാണ്. അതൊക്കെ അതിനേക്കാളെല്ലാം വ്യത്യസ്തമായുള്ള ആ അർത്ഥങ്ങൾക്കെല്ലാം മേളിൽ നിൽക്കുന്ന ഒരർത്ഥമാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാത്തിൻ്റെയും അപ്പുറത്ത് കാണാത്ത ചിലതുണ്ട്. കാണാത്ത ചിലതുണ്ട്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നാം ഇന്ന് കടമൊഴിയായി കാണുന്നു, അന്ന് നാം നേരിൽ കാണും. അപ്പൊ കാണാത്ത ചിലതുണ്ട്. കാണാത്ത ചിലതിനെ കുറിച്ച് അകത്തൊരു ബോധ്യമുണ്ടായി കഴിയുമ്പോൾ അത് ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കുന്ന അളവിലേക്ക് നമ്മുടെ തീരുമാനങ്ങളെ വരെ, ചിന്തകളെ വരെ, പ്രവർത്തികളെ വരെ, ജീവിതത്തിൻ്റെ ഭാവിയെ വരെ തീരുമാനിക്കുന്ന ഒന്നായിട്ട് മാറുന്ന, നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തിയായി മാറുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് 11-ാം അധ്യായത്തിലെ വിശ്വാസം. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അത് വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് മാത്രമല്ല, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ആശിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 24:15 പറയുന്നത് എൻ്റെ ആശ. അപ്പോൾ അവിടെ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഈ മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ആ മനുഷ്യൻ പറയുന്നത് എനിക്കൊരു ആശയുണ്ട്. ആ ആശ എന്ന് പറയുന്നത് ഈ ദേഹം മണ്ണോട് മണ്ണായിട്ടില്ലാതായി പോയാലും ഒരു പുനരുദ്ധാന ദിവസമുണ്ടെന്നും അന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എനിക്കൊരു നിത്യതയുണ്ടെന്നും എൻ്റെ ഉള്ളത്തിൽ കിട്ടിയൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം കിട്ടി അന്നു മുതൽ എൻ്റെ ആശ ഈ കാണുന്ന തലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ചിലതിലേക്കാണ്. ആശിക്കുന്നത് അതാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരിക്കുന്നതാണ്. ഈ ആയുസ്സിൽ മാത്രം നമ്മൾ ആശ വെച്ചുവെങ്കിൽ, പ്രത്യാശ വെച്ചുവെങ്കിൽ നമ്മൾ വെറും അരിഷ്ടരത്രയെന്ന് പൗലോസ് പറയുകയാണ്.
അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങൾ വേണ്ടെന്ന് വെക്കുകയും അധികാരം, പദവി, അന്നത്തെ സകലമാന സ്ഥാനമാനങ്ങൾ ഇതെല്ലാം വേണ്ടെന്ന് വെക്കുകയും ചെയ്യാൻ മോശയെ പര്യാപ്തപ്പെടുത്തിയത് പ്രതിഫലം നോക്കിയതാണ്. ഏതാണ് ആ പ്രതിഫലം നോക്കിയാൽ അത് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഒന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വാടുന്ന കിരീടത്തിന് വേണ്ടി ഓടുന്ന ഒത്തിരി പേരെ കാണുമ്പോൾ വചനം പറയുകയാണ്, അവർ വാടുന്ന കിരീടം പ്രാപിക്കുമ്പോൾ നാമോ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കാത്തിരിക്കുന്ന ഒരു ശുഭദിനമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയും വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആശ്വാസത്തിനുള്ള സാധ്യതകളെല്ലാം നോക്കിയിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ നിസ്സഹായത, ഒറ്റപ്പെടൽ, ഏകാന്തത, ഒരു വിധത്തിലും ഒരു സാധ്യതകളും കാണാത്ത അവസ്ഥ, അതിൻ്റെ നടുവിൽ അകപ്പെട്ടു പോകുമ്പോൾ പോലും ഒരു ദൈവബോധത്തിൻ്റെ അകത്ത് സന്തോഷം നിറയ്ക്കുന്നൊരു കാരണമാണ് ഈ ആയുസ്സിൻ്റെ അപ്പുറത്തേക്കുള്ള അവരുടെ ഒരു ആശയും പ്രത്യാശയും ഉറപ്പും ധൈര്യവും. അതിനെ വിശ്വാസമെന്ന് വിളിച്ചാൽ, ഈ വിശ്വാസം നമ്മുടെ അകത്ത് നിറഞ്ഞാൽ അത് നമ്മുടെ ചലനങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ സംഭാഷണത്തെ, ഓരോ ദിവസങ്ങളെ അത് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. പാപം ചെയ്യാൻ തോന്നില്ല, എൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയൂ. അവൻ തെറ്റുകളിലേക്ക് പോകില്ല, കാരണം എൻ്റെ നിത്യത നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ലെന്ന് പറയും. അതുപോലെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ ഒരു കൊതിയുണ്ടാകും. ഇതൊരു ആശയായിട്ട് മാറും. പ്രതിഫലം നോക്കിയത് കൊണ്ട് മോശ ഇത് മുഴുവനും തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നോക്കാൻ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 പദങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഒന്നാണ് ഈ പറഞ്ഞ വിശ്വാസം എന്ന പദം. വിശ്വാസം എന്ന പദത്തിന് നമ്മൾ സാധാരണ പറയാത്തൊരു പുതിയ അർത്ഥം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്തതിൻ്റെ നിശ്ചയമാകുന്ന വിശ്വാസം. അതുപോലെ തന്നെ മനസ്സിലാകാത്ത, ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന മറ്റൊരു പദപ്രയോഗം അവിടെയുണ്ട്. ഈ അബ്രഹാമും ഇസ്ഹാക്കും ഒക്കെ വിശ്വാസത്താൽ അവിടെ ചെന്ന് വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് അവർ വാഗ്ദത്തം കൈക്കൊള്ളാതെ, വാഗ്ദത്ത ദേശത്ത് ചെന്നു എങ്കിലും അവർ അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്ത് അവിടെ ചെന്നിട്ട് അവർ അവിടെ 9-ാമത്തെ വാക്യം അല്ല, അതിൻ്റെ 39-ാമത്തെ വാക്യം, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. രണ്ടാമത്തെ ഒരു വാക്കാണ് വാഗ്ദത്തം. വാഗ്ദത്തം എന്നുള്ളതിന് നമുക്ക് ഒത്തിരി അർത്ഥങ്ങൾ കാണാം വേദപുസ്തകത്തിൽ. അബ്രഹാമിനോട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു സന്തതി ഉണ്ടാകും. ഇതൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. അത് ഈ ഭൂമിയിൽ കിട്ടുന്ന ഒരു തലമുറ എന്നുള്ള വാഗ്ദത്തമാണ്. അപ്പം വാഗ്ദത്തങ്ങൾ പലതും ഇങ്ങനെ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന പലതും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവർ ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിൽ ചെന്നു, അവരവിടെ താമസിച്ചു. അതിൻ്റെ 9-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനും യാക്കോബും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ വാഗ്ദത്ത ദേശത്ത് ചെന്നു. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തം എന്ന് പറഞ്ഞ ഇതാണ്, നിനക്ക് ഈ ദേശം നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശം തരും. ആ വാഗ്ദത്തം വിശ്വസിച്ചു, അവിടെ ചെന്നു. നീ ഈ ദേശത്ത് പാർക്ക, ഈ ദേശം നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു ദൈവം പറഞ്ഞു. അവിടെ പാർത്തിട്ടും അവരാ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല എന്ന്. അപ്പോൾ വാഗ്ദത്തം എന്നതിന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ സാധാരണ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അർത്ഥം നമുക്ക് തരികയാണ്. എന്താണ് ആ അർത്ഥം എന്ന് ചോദിച്ചാൽ,
നമ്മെ കൂടാതെ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വാഗ്ദത്തം ഈ ഭൂമി നിറവേറുന്നത് എന്ന് അക്ഷരീകമായി മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതിൻ്റെ അപ്പുറത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, ഇന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതും വരുവാനുള്ളതുമായ ഒന്നിലേക്ക് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്കും ഒരു വാഗ്ദാനം ദൈവം വെച്ചിട്ടുണ്ടെന്നും ആ വാഗ്ദാനത്തിൽ നമ്മളും അവരും ഒരുപോലെ അവകാശികളാകുമെന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരുക്കിയിരിക്കുന്ന ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരം ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു കാഴ്ച കാണുന്നത്. ദൈവമക്കളെ, വാഗ്ദത്തം എന്നൊരു പദത്തിന് ഈ അധ്യായം തരുന്ന ഈ പുതിയ അർത്ഥം, അതായത് ഈ ഭൂമിയിൽ നമ്മൾ പ്രാപിച്ചെടുക്കുന്ന ഈ വാഗ്ദത്തങ്ങളൊന്നും ശരിക്കും വാഗ്ദത്തങ്ങളല്ല എന്നും ശരിയായ വാഗ്ദത്തം ഇനി നിറവേറാൻ കിടക്കുന്നേയുള്ളെന്നും ആ വാഗ്ദത്തം നിറവേറുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗ്ഗ സിയോൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസത്തിലാണെന്നും അന്ന് കുഞ്ഞാട് പുള്ളിപ്പുലിയോട് കൂടെ ഒരുമിച്ച് അവർ നടക്കുകയും ഒരു കൊച്ചുകുട്ടി സർപ്പത്തിൻ്റെ പോതിങ്കൽ കൈയിടുകയും അങ്ങനെയുള്ള സമയം ദേശം സമാധാനം കൊണ്ട് നിറയുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം ദേശത്ത് നിറയുന്ന, അങ്ങനെയുള്ള സ്വർഗീയ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തമാണ് ശരിക്കുമുള്ള വാഗ്ദത്തമെന്നും ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നാട്ടുകാർ വിളിക്കുന്ന ഒരു പേരാണ് ബുദ്ധിയില്ലാത്തവർ. വിശ്വാസം എന്നത് ആശിക്കുന്നതിനെയും കാണാത്തതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും ഉറപ്പാണെന്നും വാഗ്ദത്തം എന്നത് ഈ ഭൂമി കിട്ടുന്ന ഒന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്ത് കിട്ടാൻ പോകുന്ന സ്വർഗ്ഗ സിയോനാണെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആൾക്കാർ പറയും, നിന്നെ പോലെ മണ്ടനും മണ്ടിയും വേറെ ആരുമില്ല. ഇത് കണ്ടോ, ഈ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കേ, ഇതാണ് ജീവിതം. ഇങ്ങോട്ട് നോക്കിക്കേ, അവര് സന്തോഷിക്കുന്നത് കണ്ടോ, അവര് ഇന്ന കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത് കണ്ടോ, അതാണ് ജീവിതം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ, അത് കഴിഞ്ഞാൽ എന്തെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇവിടെ കിട്ടുന്നത് മുഴുവനും നിന്നെ നൈമിഷിക സുഖത്തിനനുസരിച്ച് ജീവിക്കെന്ന് പറയുന്ന ലോകം. ഇങ്ങനെ ഈ വിശ്വാസത്തെയും വാഗ്ദത്തെയും മനസ്സിലാക്കുന്ന ദൈവം ഇതിനോട് പറയും, നിനക്ക് ബുദ്ധിശൂന്യതയാണെന്ന് പറയും. അത് അന്നും ഉണ്ടായി, ഇന്നും ഉണ്ടാകും. വിശ്വാസ ലോകത്തിനകത്ത് വരെ എങ്ങനെ ഉണ്ടാകും? ഇത്തരം കാര്യങ്ങൾ നല്ല അടിസ്ഥാനപരമായി മുറുകെ പിടിക്കുന്ന ഒരു ദൈവവൈതലിനോട് ഈ കാണപ്പെടുന്ന ലോകമാണ് ജീവിതമെന്ന് വിളിച്ചു പറയുന്ന ഒരു പറ്റം ആളുകൾ പറയും, ഇത് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഇങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. വാഗ്ദത്തം എന്നാൽ നാളെ ഈ ഭൂമിയിൽ എന്ത് കിട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിശ്വാസം എന്നാൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ചിലതിന് വേണ്ടിയുള്ളതാണ് വിശ്വാസം. അങ്ങനെ മാത്രമാണ് വിശ്വാസം മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ഈ അധ്യായത്തിൽ വാഗ്ദത്തം എന്നും വിശ്വാസം എന്നും മനസ്സിലാക്കുന്ന ദൈവത്തിൽ ഭോഷനാണെന്ന് വിധി എഴുതപ്പെടും. അങ്ങനെ ദൈവത്തിന് ചില ഭോഷരെ ആവശ്യമുണ്ട്. ഈ അന്ത്യകാലഘട്ടത്തിൽ ഭോഷന്മാരെ പോലെ വരുവാനുള്ള ചിലതിനു വേണ്ടി കാംക്ഷിക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. പരദേശി മോക്ഷയാത്ര എന്ന ജോൺ ബെനിയൻ എന്ന് പറയുന്ന കർത്തൃദാസന് ദൈവം കൊടുത്തൊരു ദർശനം അദ്ദേഹം എഴുതി വെച്ചതിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരു ക്രിസ്ത്യാനി കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ട് താൻ ഞെട്ടി എഴുന്നേറ്റു. ഈ കാഴ്ച തൻ്റെ കണ്ണിൻ്റെ അകത്തൊന്നും പോകുന്നില്ല. താൻ കാണുന്ന കാഴ്ച തീഗോളങ്ങൾ ഇങ്ങോട്ട് വീഴാൻ പോകുന്നു. ഈ കാണുന്ന സകലവും തീ കൊണ്ട് കത്തി ചാമ്പലാകാൻ പോകുന്നു. തീഗോളം ഇങ്ങനെ താഴേക്ക് വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച. രക്ഷയ്ക്ക് വേണ്ടി ഓടി അങ്ങ് ദൂരെ അങ്ങ് പർവ്വതങ്ങൾക്കപ്പുറത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു ഗേറ്റ് കാണിച്ചു. അങ്ങോട്ട് ചെന്ന് നീ രക്ഷ പ്രാപിക്കാനുള്ള ഒരു ഉൾവിളി തനിക്കുണ്ടായപ്പോൾ താൻ ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഒടുവിൽ താൻ ആ ഗേറ്റിലേക്ക് ചെല്ലുന്നതും
തൻ്റെ പുറകിൽ ഈ ന്യായവിധി നടക്കുന്നതുമായ ഒരു ചിത്രീകരണം താനൊരു ദർശനം കണ്ടതുപോലെ ആ ക്രിസ്ത്യാനി തൻ്റെ പദവികളും തൻ്റെ സാഹചര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചപ്പോൾ സകല ആൾക്കാരും തന്നോട് വന്ന് പറഞ്ഞു, ഈ മനുഷ്യന് വട്ടാണ്. കർത്താവ് പറഞ്ഞൊരു ഉപമയിലും അങ്ങനെ തന്നെയുണ്ട്. നിലം ഉഴുതുകൊണ്ടിരുന്നപ്പോൾ നിലത്ത് ഒരാൾ ഒരു വലിയ നിക്ഷേപം കണ്ടു. ആ മനുഷ്യൻ ചെന്ന് സകലവും വിറ്റു. ആൾക്കാർ പറഞ്ഞു, ഇവൻ വട്ടന, കണ്ടം മുഴുവൻ കണ്ടം മേടിക്കാൻ ഇവൻ്റെ വീട് സ്ഥലവും വിറ്റ ഭോഷന. പക്ഷെ അവൻ അതിൻ്റെ നിക്ഷേപം കണ്ടെത്തി പുറത്തെടുത്തപ്പോൾ ഇതേ ആളുകൾക്ക് മനസ്സിലായി, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല യാഥാർത്ഥ്യം. നമ്മളിതിനെ കണ്ടത് ഈ നിലത്തിന് നമ്മുടെ മുഖവിലയ്ക്കുള്ള വിലയാ, പക്ഷെ അതിനകത്തൊരു നിക്ഷേപമുണ്ടെന്നുള്ള ആത്മാർത്ഥ തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടായപ്പോൾ ആ വ്യക്തി അതിനെ കാണുന്നത് വലിയ വിലയുള്ള ഒന്നായിട്ടാണ്. അതിനോടനുബന്ധിച്ച് കർത്താവ് വേറൊരു ഉപമ പറഞ്ഞു. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. ഈ കുറച്ചാൾ മുമ്പ് നമ്മൾ മാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടിരുന്നു. ഒരു പ്രായാധിക്യത്തിലുള്ളൊരു അമ്മച്ചി താമസിച്ചിരുന്ന വീട്, ആ വീട്ടിലേക്ക് ചവിട്ടി കയറാൻ വേണ്ടി ഈ പടിക്കെട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ആ പടിക്കെട്ടിൻ്റെ ഭാഗമായി പച്ച നിറത്തിലുള്ളൊരു കല്ലും കൂടെ ചേർത്താണ് വെച്ചിരുന്നത്. അവിടെ അങ്ങനെ പല കളറ് പല കല്ലുള്ളത് ആ രാജ്യമായിരിക്കാം. പക്ഷേ ഈ ചവിട്ടിക്കയറി ദീർഘവർഷങ്ങൾ ചവിട്ടിക്കയറുന്ന കല്ല് കോടിക്കണക്കിന് രൂപ വില വരുന്ന വജ്രമാണെന്ന് ഈ മാതാവിന് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ ഇത് പെട്ടപ്പോൾ ആ മനുഷ്യൻ ഇതിനെ എടുത്ത് അതിൻ്റെ അധികാരികളെടുത്ത് കൊണ്ടുപോയി പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ളതിൽ ചവിട്ടിക്കയറിയാണ് ഈ കൊച്ചു കുടിലേക്ക് എല്ലാ ദിവസവും കയറിക്കൊണ്ടിരുന്നെന്ന് അവർക്ക് മനസ്സിലായത്. അതെ, ഈ മുത്തന്വേഷിക്കുന്ന വ്യാപാരി നല്ല വിലയുള്ളൊരു മുത്ത് കണ്ടപ്പോൾ ഈ മുത്തിൻ്റെ വിലയറിയാത്ത ആളുകൾക്ക് അവരിതിനെ ചവിട്ടിക്കളയുകയാണ്. ഈ മനുഷ്യൻ ആ സ്ഥലം മുഴുവനും വലിയ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആൾക്കാർ പറയുന്നു, നീ ഒരു ഭോഷനാ. പക്ഷെ അവൻ്റെ ഒരു മറുപടി, നിങ്ങൾക്ക് തിരിച്ചറിവില്ലാത്ത ചിലത് എൻ്റെ അകത്ത് തിരിച്ചറിവായിട്ട് തന്നിരിക്കുന്നു. ദൈവമക്കളെ, ലോകത്തിന് കാണാൻ പറ്റാത്ത ചിലത് കാണാൻ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. ലോകത്തിന് കേൾക്കാൻ പറ്റാത്ത ചിലത് കേൾക്കാൻ, ചില വാഗ്ദത്വങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് തിരിച്ചറിയാൻ ദൈവത്തിന് ചിലരെ വേണം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ചിലതാണ് നമ്മുടെ ആശയെന്നും പ്രത്യാശയെന്നും വാഗ്ദത്വമെന്നും വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വിശ്വാസം എന്നത് ഇങ്ങനെ നാം മനസ്സിലാക്കിയാൽ ഒരു കാര്യം കൂടെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രതിഫലം നോക്കിയപ്പോഴാണ് ഈ വ്യക്തിക്ക് വാഗ്ദത്വവും വിശ്വാസവും വലിയൊരു തിരിച്ചറിവായിട്ട് തൻ്റെ അകത്ത് നിറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ എവിടെയോ വെച്ച് തനിക്കൊരു അദമ്യമായ കൊതിയുണ്ടായി എന്ന് ഞാൻ പറയും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളുണ്ടല്ലോ, അത് ദൈവം കൊടുക്കുന്നൊരു വലിയൊരു കൃപയാണ്. ചില ആളുകൾ അവർ ഇപ്പം എനിക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെ അടുത്ത് അവൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കൂടെ പഠിച്ച ഒരാൾ ഒരു ദിവസം അവനെ ഫോൺ ചെയ്ത് പറയുകയാണ്, എടാ ഞാൻ വിശ്വസിക്കുന്ന മതവും അതിൻ്റെ ചടങ്ങുകളും ഒത്തിരി ഉണ്ട്, പക്ഷേ എനിക്കൊരു ശൂന്യത തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു ദൈവാന്വേഷിയായി മാറി. ഞാൻ ഒത്തിരി ആളുകളുടെ അടുത്ത് പോയി ദൈവത്തെക്കുറിച്ച് ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അവസാനം ഞാൻ ബൈബിളിൽ എത്തി നിൽക്കുക. എനിക്കിതിനകത്ത് നിക്ഷേപമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കിത് വ്യാഖ്യാനിച്ച് തരാൻ ഒരാളെ വേണം. നിനക്ക് അത് പറഞ്ഞു തരാൻ പറ്റുമോ? അങ്ങനെ അവരൊരു സൂം മീറ്റിംഗ് തുടങ്ങിയത് ഇന്ന് 10-28 പേരുള്ള സൂം മീറ്റിംഗ് ആയിട്ട് മാറി. അതിനകത്ത് നിന്ന് 4 പേര് സ്നാനപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം പിന്നീട് ഞാൻ കേട്ടു. പക്ഷെ ഇത് തുടങ്ങിയത് ഒരു ചെറുപ്പക്കാരൻ്റെ അകത്തുണ്ടായ കൊതി. വാസ്തവത്തിൽ അതിനും മുൻപുള്ള സ്റ്റോറി എന്ന് പറയുന്നത്, ഇവൻ എന്നെ ഒരു ദിവസം വിളിച്ച് പറയുകയാണ്, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയതിൻ്റെ ഒടുവിലാണ് ഈ സത്യാന്വേഷിയെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടുന്നത്, ദൈവം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യൻ്റെ അകത്ത് ക്രിസ്തുവിനെ അറിയാനുള്ളൊരു കൊതി ഉണ്ടായിട്ട് ആ മനുഷ്യൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോടൊന്ന് സംസാരിക്കണം. എനിക്ക് അദ്ദേഹത്തോട് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാനും അവരുടെ സൂം മീറ്റിങ്ങിൽ ഇടയ്ക്ക് കയറാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നെ കൊതിയാണെന്നറിയാവോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ,
ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പനും വീട്ടുകാരും എല്ലാം ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്നതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ്റെ അകത്ത് ക്രിസ്തുവിന് വേണ്ടിയുള്ളൊരു ആത്മാർത്ഥമായൊരു ദാഹമുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഈ വാഗ്ദത്തം വിശ്വാസമെന്ന അർത്ഥതലത്തിലേക്കുള്ള കയറിയത്, ഇതുപോലെയുള്ള ഭാഗ്യ പദവിയുടെ തിരിച്ചറിവ് ഈ വ്യക്തിക്ക് കിട്ടിയത്, ഇതിൻ്റെ എല്ലാ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രതിഫലത്തിലേക്ക് അദ്ദേഹം നോക്കി എന്നുള്ളതുകൊണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് താഴെ നോക്കി നടക്കാം. ഒരു വ്യക്തിയുടെ സ്റ്റോറി പറയുന്ന പോലെ ഒരു ദിവസം അദ്ദേഹം താഴെ നോക്കി നടന്നപ്പോൾ അദ്ദേഹത്തിനൊരു 10 രൂപ വഴി സൈഡിൽ നിന്ന് കിട്ടി. അന്ന് മുതൽ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങനെ താഴെ നോക്കി നടന്നാൽ എനിക്ക് പൈസ കിട്ടും. അടുത്ത ദിവസം അദ്ദേഹത്തിനൊരു 5 രൂപ തൊട്ട് കിട്ടി. പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു മോതിരം കിട്ടി. പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു 100 രൂപ നോട്ട് കിട്ടി. എന്നും അദ്ദേഹം കുനിഞ്ഞ് നോക്കി നടക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്കെല്ലാം അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങി. പക്ഷെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോലും തിരിച്ചറിഞ്ഞില്ല, നടന്ന് അദ്ദേഹത്തിന് കൂന് പിടിച്ചു. ഇപ്പൊ മേളിലേക്ക് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, നിവർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തനിക്കതിന് സാധിക്കുന്നില്ല. ഇതാണ് ഈ ഭൂമിയിലുള്ളതിൻ്റെ പുറകെ പോയാൽ നഷ്ടമാകുന്നത്. ഉയരത്തിലേക്ക് നോക്കാനുള്ള കഴിവാണ്. ഭൂമിയിലുള്ള ചില പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് നോക്കത്തുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ഒത്തിരി ദൂരവേ പോയി കാണും. യെശയ്യാ പ്രവാചകന് താങ്ങും തണലുമായി നിന്ന ഉസിയ രാജാവ്, കൊട്ടാരത്തിൽ തനിക്ക് ശുശ്രൂഷിക്കാൻ സ്വാതന്ത്ര്യവും അവസരങ്ങളും കൊടുത്ത ഉസിയ രാജാവിന് തന്നെ മാനസാന്തരം ഉണ്ടാകാനുള്ള മുഖാന്തരങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മനുഷ്യനുമായിട്ട് നല്ല രീതിയിൽ പോയ യെശയ്യാവ്, ഈ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ തനിക്കൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായതിൻ്റെ കാരണം, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവാലയത്തിൽ താൻ ഇരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്ന ഒരു കാഴ്ച താൻ കണ്ടു. സ്വർഗത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടു. സറാഫുകൾ ചിറക് വിരിച്ചു പറഞ്ഞ് 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് കാൽപാദങ്ങൾ മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്ത് സ്തുതിക്കുന്ന കാഴ്ച താൻ കണ്ടു. ഈ കാഴ്ച കണ്ട ഉടൻ തന്നെ തൻ്റെ അകത്തൊരു ഭയങ്കര ബോധ്യമുണ്ടായി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഞാൻ പറയട്ടെ, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ഭൂമണ്ഡലത്തിലേക്കും ഈ താഴേക്കുള്ളതിലേക്കും നോക്കുമ്പോൾ കിട്ടാത്ത ഒന്ന് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് കിട്ടിയത് കൊണ്ടാണ് നമ്മളിന്ന് സന്തോഷമായിട്ട് നിൽക്കുന്നത്. മുകളിലേക്ക് നോക്കാൻ പറ്റാത്തവർ താഴെ ചിലത് കിട്ടുമ്പോൾ സന്തോഷിക്കും, കിട്ടാതിരിക്കുമ്പോൾ നിരാശപ്പെടും, പിന്നെയും കുനിഞ്ഞു പോകും. എന്നാൽ നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ഉയരത്തിലേക്ക് നോക്കാൻ മോശയ്ക്ക് കഴിഞ്ഞതുപോലെ, പ്രതിഫലം കാണാൻ കണ്ണുകൾ തുറന്നതുപോലെ, ചിലത് വേണ്ടെന്ന് വെക്കുവാൻ, ചില നന്മകൾക്ക് വേണ്ടി, നിത്യമായി ചിലതിനു വേണ്ടി, കാണാത്ത ചിലതിൻ്റെ ഉറപ്പിന് വേണ്ടി, യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി, യഥാർത്ഥ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കാൻ മോശയെ പര്യാപ്തപ്പെടുത്തിയ വെളിപ്പാട് ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളിൽ സർവശക്തൻ നിറച്ചു തന്നിരുന്നെങ്കിൽ. സ്തോത്രം. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത്, പ്രതിഫലം നോക്കി എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കാണാൻ കൂട്ടാക്കാത്ത ചിലത് മോശ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ പറയുന്നത് എന്താ? അന്നത്തെ കാലഘട്ടത്തിൽ മിസ്രൈമിലൊരു ജോലിക്കാരനാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്, നേട്ടങ്ങളുടെ മേൽ നേട്ടമാണ്. അപ്പോഴാണ് രാജകുടുംബത്തിൽ രാജാവാകാൻ, ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ കണ്ടത്, ഞാനിങ്ങനെ വിശ്വസിക്കുക, സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതും ആ കർത്താവ് പ്രതിഫലങ്ങൾ വിഭജിക്കുന്നതും തൻ്റെ പേര് വിളിക്കുന്നതും താൻ അവിടെ ചെന്ന് നിൽക്കുന്നതും തൻ്റെ ശിരസിൽ കിരീടങ്ങൾ വയ്ക്കുന്നതും മോശയുടെ കണ്ണിൽ പതിഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഇവിടെ നേടുന്ന നേട്ടങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകാനുള്ളതാ. ഇവിടെ ഞാൻ പ്രാപിച്ചെടുക്കുന്ന ഉയർച്ചകളെല്ലാം ഇവിടെ ഇട്ടേച്ച് ഒരു ദിവസം എനിക്ക് പോകാനുള്ളതാ.
മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. ICUവിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. ഇനി പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ വിളിച്ച് ഫോണിലൂടെ ആ ടെസ്റ്റ് റിസൾട്ട് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. അയ്യോ, എൻ്റെ ആയുസ് മുഴുവനും ഞാൻ ഈ ഭൂമിക്ക് വേണ്ടി കൊടുത്തിട്ട് നിത്യതയിൽ എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? എന്നാൽ അതിനു മുൻപേ ആരോഗ്യമുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ, സാഹചര്യമുള്ളപ്പോൾ പ്രതിഫലം നോക്കാൻ ആ മോശയ്ക്ക് കഴിഞ്ഞതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, സമയം തീരാറായി, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ദിശാസൂചിക കർത്താവിന്റെ വരവിന്റെ അടുക്കലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ, കാലഘട്ടത്തിന്റെ വിളി കേട്ടുകൊണ്ട് കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കാൻ, കേൾക്കാൻ നമ്മുടെ ചെവികളെ തുറക്കാൻ, പ്രതിഫലം കണ്ട മോശയെ പോലെ വരുവാനുള്ള ചിലത് കാണാൻ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മനസ്സിനെ സ്വർഗം തുറന്നു തരട്ടെ. താങ്ക് യു ജീസസ്. ഈ ദർശനമാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മോശയ്ക്ക് ഇതുപോലെ ഉണ്ടായ ദർശനങ്ങൾ, അതുപോലെ ആ മുൾപ്പടർപ്പ് കത്തുന്നതും അവിടുന്ന് കർത്താവ് സംസാരിക്കുന്നതും, ഇതാണ് തൻ്റെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിച്ചത്. ശരിക്കും അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് താൻ കേട്ടത്, താൻ കണ്ടത്, താൻ മനസ്സിലാക്കിയത്, താൻ തിരിച്ചറിഞ്ഞത്, അതാ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇതൊരു ഭാഗ്യമാണ്. ഇത് പ്രാപിച്ചെടുക്കേണ്ടതാണ്. ഞാൻ ഇത്രയും കൂടെ പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പലർക്കും കിട്ടാതെ പോകുന്ന ഒരു ഭാഗ്യമാണ് ഈ തലമുറയിൽ ജീവിക്കുകയും നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുകയും ചെയ്യാന്നുള്ളത്. കാരണം ഈ തലമുറ കർത്താവിൻ്റെ വരവ് നടക്കാൻ പോകുന്ന തലമുറയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പടി കൂടി കടത്തി പറയാം. 2026 ഡിസംബർ 31 ഒരു ദിവസം ഉണ്ടാകുമെങ്കിൽ അത് സ്വർഗത്തിലായിരിക്കുമെന്നും കൂടെ ഞാൻ വിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുക. ഈ വർഷം തീരുന്നതിന് മുൻപേ മധ്യാകാശത്തൊരു അരിമനാഥൻ ഇറങ്ങി വന്ന് ഇവിടെ കരേറി വരുവീനെന്ന് പറഞ്ഞ് ആ കാഹളത്തിൻ്റെ ശബ്ദം കേട്ട് ഈ മൺമയമായത് വിട്ട് വിൺമയത്വത്തെ പ്രാപിക്കുന്ന ഒരു ദിവസം സമാഗതമായെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവുകൾ മനുഷ്യന് കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അവൻ്റെ മരണശയ്യകളൊക്കെ ആയിരുന്നു. മഹാനായ അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം ചുവന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ 2 കൈകളും എൻ്റെ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടേക്കണം, ആളുകൾ കാണട്ടെ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയിട്ടും 6 അടി മണ്ണ് മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇത് ആ മനുഷ്യനൊരു തിരിച്ചറിവുണ്ടായി. ദൈവത്തെ അറിഞ്ഞതുകൊണ്ടൊന്നുമല്ല, ലൗകികമായൊരു തിരിച്ചറിവിൽ തന്നെ അദ്ദേഹത്തിന്. പക്ഷെ അതുണ്ടായത് ഇനി രക്ഷയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ്. അതായത് ഒരു മനുഷ്യൻ പറഞ്ഞ പോലെ ICU എന്ന് പറയുന്ന സ്ഥലം കർത്താവിനെ കാണുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ICU, കർത്താവേ ഞാൻ അങ്ങേ കാണുന്ന സ്ഥലം. ഒരു പ്രതീക്ഷകളും ഇല്ലാതിരിക്കുമ്പോൾ നിത്യതയുടെ ദർശനങ്ങൾ വരും. പക്ഷേ എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു കൊതിയുള്ളവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. കാരണം അവരവിടെ ചെല്ലുമ്പോൾ, അവരുടെ പേര് വിളിക്കുമ്പോൾ, അവർ ആ സിംഹാസനത്തിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ അവർ നടുനിവർത്തി നട്ടലുറപ്പോടെ നിൽക്കും. കാരണം അവർക്കറിയാം ഇനി ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നതിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചിലത് ചെയ്തിട്ടുണ്ട്, ആ പ്രതിഫലത്തിൽ ചിലത് എനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചാരിതാർത്ഥ്യത്തോടെ നിൽക്കുന്ന ചിലരുണ്ട്. ചിലരെക്കുറിച്ച് ഭാരത്തോടെ കരഞ്ഞവർ, ചിലരോട് തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിച്ചവർ, ചിലരെ ക്രിസ്തുവിലേക്ക് നടത്തിയവർ, ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായവർ, വചനത്തെ മുറുകെ പ്രമാണിച്ചവർ, ഈ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണെന്ന് ഏറ്റുപറഞ്ഞ് ഓരോ ദിവസങ്ങളും ഈ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചവരുണ്ട്. അവർ ജീവിക്കുന്നത് ഈ പ്രതിഫലത്തിൻ്റെ കാഴ്ചയിലാണ്. ഈ ദർശനം
ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഫെസ്തോസ് പറഞ്ഞു, അഗ്രിപ്പാ രാജാവ് പറഞ്ഞു, പൗലോസേ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചെന്ന് വിളിച്ചു പറഞ്ഞു നോക്കിക്കേ. ഈ ദർശനം കിട്ടിയിട്ടില്ലാത്ത ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുടെ മുമ്പിൽ ചെന്ന് ഈ ഭൂമിയിലുള്ളതല്ല വിശ്വാസം, ഈ ഭൂമിയിലുള്ളതല്ല വാഗ്ദത്തം. വാഗ്ദത്തം എന്നതിന് വേറൊരു അർത്ഥമുണ്ട്, വിശ്വാസം എന്നതിന് വേറൊരു അർത്ഥമുണ്ട്. നിത്യതയാണ്, വരുവാനുള്ളതാണ്, സ്വർഗീയമായതാണ്, കാണാത്തതാണ്, ആശിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു നോക്കിയേ. അവർ നിങ്ങളെ തിരസ്കരിച്ച് കളയും, ഭോഷത്വമാണെന്ന് പറയും. ഈ കാഴ്ചപ്പാട് പരസ്യമായി കവലയെന്ന് പറഞ്ഞു നോക്കിയേ. പൗലോസിനോട് പറഞ്ഞു അതേ വാക്കുകൾ കേൾക്കാം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. വചനം അങ്ങനെയാ. അപ്പൊ ഈ 11-ാം അധ്യായം പഠിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന പ്രകാശനം ഈ 2 വാക്കുകളാണ്. വിശ്വാസം എന്നതിന് ഇതുവരെ ചിന്തിക്കാത്ത ഒരർത്ഥം, വാഗ്ദത്തം എന്നതിന് ഇതുവരെ മനസ്സിലാക്കാത്ത ഒരർത്ഥം, പ്രതിഫലം നോക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരർത്ഥതലം. വേദപുസ്തകത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും കർത്താവ് പറയുന്നതിനെ ചിലപ്പം ഭൗമികമായ മനസ്സുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വെള്ളമില്ലാത്ത ഉണങ്ങിയ ദേശത്ത് പാറക്കെട്ടിനെ അടുത്ത് ചെന്നിട്ട് കർത്താവ് പറയാം, നീ പാറയെ അടിക്ക്, അപ്പോൾ വെള്ളം വരുമെന്ന്. എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ബുദ്ധിക്ക് നിരക്കുന്നതല്ലത്. ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാന്റെ അടുത്ത് നിന്നിട്ട് പറയുക, പെട്ടകം ചുമതിരിക്കുന്ന പുരോഹിതന്മാർ യോർദാനിലേക്ക് കാലെടുത്ത് വെക്കട്ടെ. കർത്താവ് അങ്ങനെ പറയല്ലേ, അത് യോർദാനെ വിഭജിക്കുക, എന്നിട്ട് കാലെടുത്ത് വെക്കാൻ പറ. മനസ്സിലാവില്ലേ ഈ പറയുന്നത്? ഉയർന്നു നിൽക്കുന്ന എരിഹോ കോട്ട കീഴടക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും നടന്ന് ആർപ്പിടാൻ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും ഇതിൻ്റെ ലോജിക്ക്? രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പം പകല് വന്നേച്ച് പറയാം മീൻപിടുത്തത്തിന് വലയിറക്കാൻ ആർക്ക് മനസ്സിലാകും? ഇത് ഭോഷന്മാർക്ക് മനസ്സിലാകും. ഇത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇതിനെ വെളിപ്പാടെന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ദർശനം എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഹൃദയത്തെ സ്വാധീനിക്കുന്നതായിട്ട് മാറുന്നത്. ഇത് പ്രാപിച്ചെടുക്കാൻ കഴിയുന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാം, നാഥ, എൻ്റെ കണ്ണുകളിലും അപ്രത്യാശയൊന്ന് നിറച്ചു തരണമേ. എൻ്റെ കണ്ണുകളിലും ആശിക്കുന്നതിൻ്റെ ഉറപ്പായ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായ വിശ്വാസം ഒന്ന് നിറച്ചു തരണമേ. വാഗ്ദത്തം ചെയ്ത ദേശത്ത് ചെന്നിട്ട് വാഗ്ദത്തം നിവർത്തീകരിച്ചില്ലെന്നു അവിടെ അന്യരാണെന്ന് ഏറ്റുപറഞ്ഞ് വാഗ്ദത്തത്തിൻ്റെ ഒരു പുതിയ അർത്ഥം പത്രോസ് പറയുന്ന പോലെ നാമോ അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്ത പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ വാഗ്ദത്തത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം പോലെ ഞങ്ങളുടെ ഹൃദയ ഭിത്തിയെ തുളച്ചു ചെല്ലുന്ന വചനം ഭൗമിക കാഴ്ചപ്പാടിൽ നിന്ന് ഞങ്ങളെ നിവർത്തി നിർത്തി ഉയരത്തിലേക്ക് ഞങ്ങളെ നോക്കുവാൻ പര്യാപ്തമാക്കുന്ന അങ്ങയുടെ വചനം ഈ അന്ത്യനാളുകളിൽ അങ്ങ് ഞങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന തിരുവചനം, ഇതിൻ്റെ ശക്തിക്കായി, ഇതിൻ്റെ വെളിപ്പാടിനായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതിഫലം നോക്കിയത് കൊണ്ടാണ് സംഭവിച്ചത്. നമുക്ക് നോക്കാനുള്ളത് ഈ ഭൂമിയിലേക്കാണെങ്കിൽ നമ്മൾ നിരാശരാകും. ഈ നിക്ഷേപങ്ങൾ മിസ്രയീമിലാണെന്നുള്ള നിക്ഷേപത്തിലേക്കും പ്രതിഫലത്തിലേക്കും നോക്കിയാൽ ഇതൊന്നും നടക്കില്ല. എന്നാൽ മോശ നോക്കിയത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവങ്കിലേക്കായിരിക്കും, ആ കിരീടങ്ങളിലേക്കായിരിക്കും. അതുകൊണ്ട് തിരസ്കരിക്കുന്ന, ത്യാഗമെടുക്കുന്ന ആത്മീയത നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. കർത്താവേ, ഓരോ ദിവസങ്ങളും ഈ വിശ്വാസത്തിൻ്റെ ജീവിതം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം നമ്മൾ ചേർന്ന് പാടുമ്പോൾ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യെശൂരുവിൻ്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല.